സഹപ്രവർത്തകരെ, നമ്മൾ കൗണ്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കൗണ്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് നമുക്ക് ടേബിളിൽ ആരൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. മൈക്രോ ഒബ്സർവർ ഉണ്ടാവും, കൗണ്ടിംഗ് സൂപ്പർവൈസറും കൗണ്ടിംഗ് അസിസ്റ്റൻറ്റും പിന്നെ നമ്മുടെ ഇലക്ഷൻ ഏജൻറ്റും ഇവിടെ ഉണ്ടാവും. കൗണ്ടിംഗ് സൂപ്പർവൈസർ നമ്മുടെ ടേബിളിൽ നിന്നും ടോക്കൺ നൽകുന്നതിനനുസരിച്ചാണ് നമുക്ക് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് കൗണ്ടിംഗ് ടേബിളിലേക്ക് വരുന്നത്. വന്നോ? കൗണ്ടിംഗ് സൂപ്പർവൈസർ കൊടുക്കുന്ന ടോക്കൺ കൊണ്ട് നമ്മുടെ കാരിയർ സ്ട്രോങ് റൂമിൽ നിന്ന് നമ്മുടെ ബോക്സ് കൊണ്ടുവരാൻ പോവുകയാണ്. സ്ട്രോങ് റൂമിൽ നിന്നും പെട്ടി നമ്മുടെ ടേബിളിലേക്ക് വന്നു. ആദ്യം നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബോക്സ് 055/07 ബോക്സ് നമ്പർ 55 CU നമ്പർ 95 87 ഇതിലെ പാക്കറ്റ് നമ്പർ 1 EVM പാക്കറ്റ്സ് ഉണ്ടല്ലോ, അതിന് 17C മാത്രം എടുക്കണം. 17C. ഒന്നും ടാമ്പർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകണം. നമ്മൾക്ക് റിസൾട്ട് എടുക്കാനാണ്. റിസൾട്ടിൻ്റെ കവർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. Okay. The special tag sealed ആണ്. ഓക്കെ അല്ലേ? സ്പെഷ്യൽ നമ്പർ ടാമ്പർ ആയിട്ടില്ല. അപ്പോൾ റിസൾട്ട് നമ്മൾ നോക്കാൻ പോകണം. മെഷീൻ ഓൺ ചെയ്യുന്നു. ഇതിനകത്ത് ഡേറ്റും ടൈമെല്ലാം നോക്കിക്കോളും. CU നമ്പർ കറക്റ്റായിട്ട് വന്നു. പിന്നെ എല്ലാം ഓക്കെയാണ്. നമ്മളിനി റിസൾട്ടിലേക്ക് പോവാം. റിസൾട്ട് അമർത്തി കഴിയുമ്പോൾ പോൾ റിസൾട്ട് എന്നുള്ളത് വരും. കാൻഡിഡേറ്റ് സെറ്റ് ചെയ്തിരുന്ന 6 നമ്മുടെ മിഷൻ്റെ നമ്പറും സമയവും പോൾ തുടങ്ങിയ സമയവും പോൾ അവസാനിച്ച സമയവും വരും. കാൻഡിഡേറ്റിൻ്റെ എണ്ണം വരും, 6 കാൻഡിഡേറ്റ് എന്നുള്ളത്. ടോട്ടൽ പോൾഡ് വോട്ട്സ് 264. ഓരോ കാൻഡിഡേറ്റിനും കിട്ടിയ വോട്ടുകളുടെ എണ്ണമായിരിക്കും പിന്നീട് വരുന്നത്. അത് നമ്മൾ നോട്ട് ചെയ്യണം. കാൻഡിഡേറ്റ് 3 49, candidates for 56, candidates 5 38, നോട്ട 2. മിഷനിലെ വോട്ടുകൾ ഇവരെ ഏജൻറ്റുമാരെ കാണിച്ചതിന് ശേഷം
നമ്മൾ 17 സെക്കൻഡ് പാർട്ടിൽ അതായത് കാൻഡിഡേറ്റിൻ്റെ നേർക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തി അത് മൈക്രോ ഒബ്സർവറെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഏജൻറ്റുമാരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് സൂപ്പർവൈസർ ഒപ്പിട്ട ശേഷം അത് ROക്ക് ഏൽപ്പിക്കേണ്ടതാണ്.